ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ നൽകുന്ന മനോഹരമായ ഒരു ചെടിയാണ് മെക്സിക്കൻ പെറ്റൂണിയ. പൂച്ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. ഈ ചെടിയുടെ പൂക്കൾക്ക് പെറ്റൂണിയ പൂക്കളുടെ സാമ്യം ഉള്ളതുകൊണ്ട് ഈ പേര് വിളിക്കുന്നു. പ്രധാനമായും 2 വെറൈറ്റികൾ ആണ് ഈ ചെടികൾക്കുള്ളത്. ഉയരത്തിൽ നീണ്ടു വളരുന്ന ഒരു വെറൈറ്റിയും കുള്ളൻ വെറൈറ്റിയും. കാണാൻ നല്ല ഭംഗിയുള്ളത് ചെറുതായി വളരുന്ന ഈ കുള്ളൻ ചെടി തന്നെയാണ്. ഈ ചെടിയുടെ പൂക്കൾ ബെൽ ഷേപ്പിലാണ് ഉള്ളത്. ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാകും. 3 കളറുകളിലാണ് പൂക്കൾ കാണപ്പെടുന്നത്. പിങ്ക്, വൈറ്റ്, പർപ്പിൾ എന്നിവയാണത്. ഈ പൂക്കളെ ആകർഷിച്ച് തേനീച്ചകളും പൂമ്പാറ്റകളും ഗാർഡനിൽ എത്തും. അത് പൂന്തോട്ടത്തിലെ മറ്റു ചെടികൾക്കും ഒത്തിരി നല്ലതാണ്. നല്ല കടുത്ത പച്ച നിറത്തിലാണ് ഈ ചെടിയുടെ ഇലകൾ കാണപ്പെടുന്നത്. നീണ്ട കൂർത്ത ഇലകൾക്കിടയിലായി പൂക്കൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ചെറിയ ചെടിച്ചട്ടികളിലും ഈ ചെടി വളർത്താവുന്നതാണ്. നിലത്തും ഈ ചെടി വളർത്താൻ കഴിയും. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. ചൂട് കാലാവസ്ഥയിൽ നന്നായി ഈ ചെടി വളർന്നു വരും. തണുപ്പ് കാലാവസ്ഥയിൽ ഈ ചെടി വളരുമെങ്കിലും പൂക്കൾ ഉണ്ടാകില്ല. ഈർപ്പമില്ലാത്ത ഉണങ്ങിയ മണ്ണിൽ മെക്സിക്കൻ പെറ്റൂണിയ നന്നായി വളരും. എങ്കിലും ഒന്നിടവിട്ട ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഏത് മണ്ണിലും ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാം. വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഈ ചെടി നടേണ്ടത്. ഗാർഡൻ സോയിൽ, കോക്കോപിറ്റ്, എല്ലുപൊടി, കമ്പോസ്റ്റ് ചേർത്ത് ഈ ചെടി നടാവുന്നതാണ്. വർഷം മുഴുവനും പൂവിടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ പഴയ തണ്ടുകൾ മഴക്കാലത്ത് പ്രൂണിംഗ് നടത്താവുന്നതാണ്. അങ്ങനെ ചെയ്താൽ പുതിയ തളിരുകൾ വന്ന് നിറയെ പൂക്കളുണ്ടാകും. ഈ ചെടിക്ക് ഒത്തിരി വളത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ജൈവവളം ഇട്ടുകൊടുക്കണം. 2 മാസം കൂടുമ്പോൾ ചാരവും എല്ലുപൊടിയും ചേർത്ത് ചെടിക്ക് നൽകുന്നതും നല്ലതാണ്. വലിയ കീടാണുബാധ ഈ ചെടിയിൽ ഉണ്ടാകാറില്ല. എങ്കിലും നല്ല സൂര്യപ്രകാശം ഏൽക്കാത്ത ഭാഗത്ത് സ്പൈഡർ മൈറ്റ് എന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. വിത്തിൽ നിന്നും തൈകൾ മാറ്റിവെച്ചും കമ്പിൽ നിന്നും പുതിയ ചെടികളെ ഉണ്ടാക്കിയെടുക്കാം. മഴക്കാലത്ത് പ്രത്യേക പരിചരണം ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ഈ സുന്ദര ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.